കഴിഞ്ഞ ദിവസം ശ്രീമാത എന്ന വാക്ക് നമ്മൾ പഠിച്ചു. ലളിതാ സഹസ്രനാമത്തിലെ ഒന്നാമത്തെ നാമം. ഇന്ന് രണ്ടാമത്തെ നാമം ശ്രീ മഹാരാജ്ഞി. മഹാരാജ്ഞി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വളരെ ശ്രദ്ധിക്കണം. രാജാവിൻ്റെ ശ്രീലിംഗമാണ് രാജ്ഞി എന്നുള്ളത്. ജനങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുന്നവൻ അല്ലെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കുന്നവനാണ് രാജാവെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്ത്രീലിംഗമാണല്ലോ രാജ്ഞി. അപ്പോൾ ജനങ്ങളോട് സ്നേഹത്തോട് പെരുമാറുന്നവൾ അല്ലെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കുന്നവൾ എന്നർത്ഥം. എന്ന് വെച്ചാൽ ആ അമ്മയുടെ നാമം ഉച്ചരിക്കുകയും ആ അമ്മയെ സ്നേഹത്തോട് പരിചരിക്കുകയും ചെയ്യുന്ന ഏതൊരു ഭക്തജനത്തെയും തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൂർണ്ണമായും സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണമായും സ്നേഹിക്കുന്നവളാണ് ആര്? സാക്ഷാൽ ആ മഹാരാജ്ഞിയായിട്ടുള്ള ജഗദംബ. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നത് ആരാണോ അതൊരു രാജാവിൻ്റെയും രാജ്ഞിയുടെയും ഉത്തരവാദിത്തമല്ലേ? അപ്പം അങ്ങനെയുള്ളത് ആരാണോ, അതുപോലെ എല്ലാവിധ സൗഭാഗ്യങ്ങളും തന്ന് സർവ്വ ഐശ്വര്യങ്ങളും വന്ന് നമ്മളെ സംരക്ഷിക്കുന്നത് ആരാണോ അതാരാ? സാക്ഷാൽ ആ മഹാരാജ്ഞിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ജഗദംബയെ ആ മഹാരാജ്ഞി എന്ന വിധത്തിൽ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? ഈ നാമം ഉച്ചരിച്ചിട്ട് അങ്ങോട്ട് പോകേണ്ടതല്ല. ആ സാക്ഷാൽ മഹാരാജ്ഞിയായിട്ടുള്ള ജഗദംബ നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് പ്രതിഷ്ഠിക്കണം. ഉള്ളിൽ അങ്ങോട്ട് പ്രതിഷ്ഠിക്കുന്ന അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ആ പ്രതിഷ്ഠിക്കുന്ന അവസരത്തിൽ നമ്മൾ ആരായിത്തീരുന്നു? സാക്ഷാൽ ജഗദംബയായിത്തീരുന്നു, സാക്ഷാൽ മഹാരാജ്ഞിയായിത്തീരുന്നു. അങ്ങനെ നമ്മൾ മഹാരാജ്ഞിയായി തീരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് ചുറ്റുമുള്ള സകല ജീവികളോടും സകല പ്രാണികളോടും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരവോടുകൂടി അവരെ സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം, അവരെ പരിപാലിക്കാൻ തയ്യാറാവണം. സാക്ഷാൽ മഹാരാജ്ഞി എങ്ങനെയാണോ തൻ്റെ പ്രജകളെ സംരക്ഷിക്കുന്നത്, ആ മഹാരാജ്ഞി എൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ ഞാനും അതുപോലെ ചെയ്യണം. കാരണം എന്നെ സംരക്ഷിക്കുന്നത് ആരാ? സാക്ഷാൽ മഹാരാജ്ഞിയാണ്. അതുകൊണ്ട് തന്നെ ലളിതാ സഹസ്രനാമം ജപിക്കുന്ന ആൾക്കാർ കൃത്യമായും ഭക്തിയോടുകൂടി ശ്രീമാതാം ശ്രീ മഹാരാജ്ഞി എന്ന് വിളിക്കുമ്പോൾ ആ മഹാരാജ്ഞി എൻ്റെ ഉള്ളിലുണ്ട്. ആ മഹാരാജ്ഞിക്ക് അനുസൃതമായ വാക്കുകളെ നമ്മൾ ഉച്ചരിക്കാൻ പാടുള്ളൂ, മോശം വാക്കുകൾ പറയാൻ പാടില്ല. ആ മഹാരാജ്ഞി പ്രവർത്തിക്കുന്നത് പോലെ നമ്മൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ. എല്ലാവരോടും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരവോടുകൂടി വേണം നമ്മൾ പ്രവർത്തിക്കാൻ. ഇതിനാണ് ആ മഹാരാജ്ഞി എന്ന വാക്കിൽ ആ ദേവിയെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. മൂന്നാമത്തത് അടുത്ത ദിവസം നമുക്ക് കേൾക്കാം.